അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ എത്തിയ ഉടനെ വിദേശ സഹായങ്ങൾ നിർത്തിവെക്കാനുള്ള തീരുമാനം ലോകത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കുമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭ. ജീവൻ രക്ഷാ മരുന്നുകളുടെ വിതരണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നിർത്തിവെക്കാനായിരുന്നു ട്രംപിന്റെ ഉത്തരവ്. HIV, മലേറിയ, ക്ഷയം എന്നീ രോഗങ്ങൾക്കുള്ള മരുന്നുകളും ഇതിൽ ഉൾപ്പെടും. ട്രംപിന്റെ ഈ തീരുമാനം ദരിദ്ര രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് എയ്ഡ്സ് ബാധിതരുടെ മരണത്തിന് കാരണമാകുമെന്നാണ് UN-ന്റെ മുന്നറിയിപ്പ്. UN-ന്റെ HIV എയ്ഡ്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏജൻസിയായ UNAIDS മേധാവിയായ വിന്നി ബൈനിമയാണ് ഇത് സംബന്ധിച്ച കടുത്ത ആശങ്ക പങ്കുവച്ചത്. ട്രംപ് അധികാരമേറ്റതു മുതൽ വിദേശ സഹായങ്ങൾ 3 മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക. ഇത്തരത്തിൽ നൽകുന്ന മിക്ക ഫണ്ടുകളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വഴിയാണ് വിതരണം ചെയ്യുന്നത്. വാർത്താ ഏജൻസിയായ PFOയോടായിരുന്നു വിന്നിയുടെ ഈ പ്രതികരണം. വരുന്ന 5 വർഷത്തിനുള്ളിൽ എയ്ഡ്സ് രോഗികളുടെ മരണനിരക്ക് 10 മടങ്ങ് വർദ്ധിക്കും. പുതിയ അണുബാധകൾ അതിലും എത്രയോ ഇരട്ടിയായി വർദ്ധിക്കുമെന്നും വിന്നി പറയുന്നുണ്ട്. ജീവൻ രക്ഷാ ചികിത്സകൾക്കുള്ള സഹായം നിർത്തലാക്കില്ലെന്ന് അമേരിക്ക പിന്നീട് വ്യക്തമാക്കിയെങ്കിലും ആഫ്രിക്കയിൽ ലഭ്യത വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. HIV ബാധിതർക്ക് ജീവിതാവസാനം വരെ നൽകേണ്ട ആന്റി റിട്രോവൈറൽ മരുന്നുകൾ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള ദരിദ്ര രാജ്യങ്ങളിൽ വിതരണം ചെയ്യാനാണ് ഈ തുക വിനിയോഗിക്കുന്നത്. US-ന്റെ ഈ തീരുമാനം അതിനാൽ തന്നെ ദശലക്ഷക്കണക്കിന് എയ്ഡ്സ് രോഗികളെ ബാധിക്കും. പ്രസിഡന്റിന്റെ ഈ എയ്ഡ്സ് റിലീഫ് അടിയന്തര പദ്ധതിയിൽ മരുന്നുകൾക്ക് തൽക്കാലത്തേക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. എങ്കിലും അധികാരത്തിൽ കയറിയ ഉടൻ മാനുഷിക വിഷയങ്ങളിൽ ഉൾപ്പെടെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ട്രംപിന്റെ സമീപനത്തെ ആശങ്കയോടെയാണ് UN നോക്കിക്കാണുന്നത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചത് ഇത്തരം കടുത്ത നിലപാടുകളുടെ ഭാഗമാണ്. ഫൗണ്ടേഷൻ ഫോർ എയ്ഡ്സ് റിസർച്ചിന്റെ പഠനപ്രകാരം 20 ദശലക്ഷത്തിലധികം HIV രോഗികളെയും 2,70,000 ആരോഗ്യ പ്രവർത്തകരെയും പിന്തുണയ്ക്കുന്നത് US-ൽ നിന്നുള്ള സഹായം വിനിയോഗിച്ചാണ്. പല ആഫ്രിക്കൻ രാജ്യങ്ങളും വലിയ കടത്തിൽ മുങ്ങിക്കഴിയുന്നതിനാൽ സ്വന്തം നിലയിൽ അവർക്ക് രോഗികളെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നാണ് വിന്നി പറയുന്നത്. ദരിദ്ര രാജ്യങ്ങളിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണ് USAID നിലകൊള്ളുന്നത്. 1961-ലാണ് ഈ ഏജൻസി സ്ഥാപിതമായത്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഏജൻസിയുടെ വാർഷിക ബജറ്റ് $40 ബില്യൺ അധികമാണ്.